ഗ്ലോറിയ ഈ കാര്യങ്ങളൊക്കെയും ഓസ്കറിനോട് പറയുന്നു. പക്ഷെ അയാൾ വിശ്വസിച്ചില്ല. ഗ്ലോറിയ ഫ്രണ്ട്സിനെ എല്ലാവരെയും പാർക്കിൽ കൊണ്ടുവന്നു. ലൈവ് ന്യൂസ് ഓൺ ചെയ്ത് മോൺസ്റ്ററെ ഫ്രണ്ട്സ് എല്ലാവരും വീക്ഷിക്കുന്നു. നോക്കുമ്പോൾ ഗ്ലോറിയ ചെയ്യുന്ന എല്ലാ ഗസ്റ്റേഴ്സും മോൺസ്റ്ററും ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും അവളെ വിശ്വസിക്കുന്നു. ഗ്ലോറിയയാണ് കൊറിയയിലുള്ള മോൺസ്റ്ററെ കൺട്രോൾ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലായി. ഗ്ലോറിയയ്ക്ക് സങ്കടം സഹിക്കാനായില്ല. കാരണം മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി താൻ കൊറിയയിൽ ഉണ്ടാകുന്ന നാശത്തിന് കാരണക്കാരിയാണല്ലോ എന്നോർത്ത്. ഓസ്കർ വന്ന് പറയുന്നു, ഇപ്പോൾ മോൺസ്റ്റർ മാത്രമല്ല, അവിടെ ഒരു ജയന്റ് റോബോട്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പിന്നീട് മനസ്സിലായി, ഗ്ലോറിയ മോൺസ്റ്ററെ കൺട്രോൾ ചെയ്യുന്നത് പോലെ ഓസ്കറാണ് ജയന്റ് റോബോട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ആരാണോ പാർക്കിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നോ അവർ ഏതൊക്കെയോ വിധത്തിൽ ഇത്തരത്തിൽ കണക്റ്റ് ആകുന്നുണ്ട്. ഗ്ലോറിയ പറയുന്നു, താൻ കാരണം ആർക്കും ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ഇനി ഞാൻ കുടിക്കില്ല. എല്ലാവരോടും മാപ്പും ചോദിക്കും. ഗ്ലോറിയ പാർക്കിലെത്തി എല്ലാവരോടും മാപ്പ് ചോദിച്ചു. അവിടെയുള്ള ആളുകൾക്ക് ഇത് കണ്ട് സമാധാനമായി. അന്ന് ഗ്ലോറിയ സമാധാനത്തോടെ ഓടി ഉറങ്ങി. എന്നാൽ പിറ്റേന്ന് എണീറ്റപ്പോൾ കൊറിയയിൽ ജയന്റ് റോബോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന വാർത്ത കാണുന്നു. ഗ്ലോറിയ വേഗം തന്നെ പാർക്കിൽ ചെന്ന് നോക്കുമ്പോൾ ഓസ്കർ അവിടെയുള്ള ആളുകളുടെ ജീവിതം വെച്ച് തമാശ കാണിക്കുന്നു.